ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 തിരുലിഖിതങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം അന്യായ ധനം അരുത് എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുലിഖിതം, പലിശയും കൊള്ള ലാഭവും വഴിയുള്ള സമ്പാദ്യം ദരിദ്രരോട് ദയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. യെശയ്യായുടെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുലിഖിതം, നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം. നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശവും സംഭവിക്കും. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കരമുയർത്താം. ഓ ദൈവമേ, സത്യമാർഗം വിട്ട്, ദൈവവചന മാർഗം വിട്ട് തന്നിഷ്ടപ്രകാരം നടന്ന് അനേകരെ നശിപ്പിക്കുകയും അനേകം കുടുംബങ്ങളെ കണ്ണുനീരാഴ്ത്തുകയും ദൈവത്തിൻ്റെ വഴിവിട്ട് അന്ധകാരത്തിൻ്റെ മാർഗത്തിലേക്ക് വീണു പോവുകയും ചെയ്ത ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവചനത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ, സത്യസന്ധതയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ, ദൈവഭക്തിയുടെ രാജകീയ പാതയിലേക്ക് ഓ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ കൈപിടിച്ച് ഉയർത്തണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ പരിശുദ്ധാത്മാവേ ഒരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധൻ കുസ്താ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധൻ കുസ്താ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. പരിശുദ്ധാത്മാവേ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. എല്ലാ ദൈവമക്കളും ഈ സ്തുതിപ്പിന്റെ നിമിഷങ്ങളിൽ നന്നായി കൈയടിച്ച് ഈ പാട്ടിനോട് ചേർന്ന് താളത്തിൽ കൈയടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ആനന്ദത്തോടെ ബന്ധനമണിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. മക്കളെ പ്രാർത്ഥിക്കുന്നു. മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധം കുസ്താ. 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 അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കുടുംബങ്ങളിൽ നിന്ന് അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ, സമൂഹങ്ങളിൽ നിന്ന് അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഒരു പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവം, ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ സ്പർശനം ഇപ്പോൾ ലഭിക്കട്ടെ. ഹല 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 ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അധ്വാനിക്കാത്ത പണം അരുത് എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങൾ പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്നു ചേരും. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളുകൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ ഒരു ചെറിയ കോൺട്രാക്റ്റുകാരനാണ്. അദ്ദേഹം കുറച്ച് പണം കടം വാങ്ങി, 10,000-60,000 രൂപ. എന്നാൽ തക്ക സമയത്ത് അതിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പലിശ പെരുകി 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 ലക്ഷക്കണക്കിന് രൂപ, 3 ലക്ഷം രൂപ കൊടുത്തിട്ടും അതിൻ്റെ മുതലിലേക്ക് കയറിയിട്ടില്ല. പലിശ മാത്രം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെല്ലാം സ്തംഭിച്ച് കുടുംബത്തിൻ്റെ ഗതിമുട്ടി. ഇനി മുന്നോട്ട് വന്ന് നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലാണ് അദ്ദേഹത്തെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. 10,000-60,000 രൂപ ഒരു പ്രത്യേക ആവശ്യത്തിൽ പെട്ടെന്ന് പലിശയ്ക്ക് വാങ്ങിയതാണ്. ആ പലിശ പെരുകി പെരുകി എത്ര കൊടുത്താലും പിന്നെയും കടബാധ്യത തന്നെ. അന്നാണ് ആദ്യമായി ഈ പലിശയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു വ്യക്തി പലിശയ്ക്ക് പണം കൊടുക്കുന്നത് എഴുതപ്പെട്ട വചനത്തിനെ ലംഘിക്കുന്ന പാപമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെറുപ്പുളവാക്കുന്നു. നാം മറ്റൊരു വ്യക്തിയുടെ വിസർജ്യ വസ്തു കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് പോലെ ഈ പലിശ വാങ്ങുന്ന ഒരുവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ യവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അറപ്പ് ഉളവാക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 8-9 വാക്യങ്ങൾ, പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ പക്കൽ ചെന്ന് ചേരുന്നു. നിയമം വകവെക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പ് ഉളവാക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഇതിനെക്കുറിച്ച് ബൈബിളിൽ എന്താണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ചില ക്രിസ്ത്യാനികളോട് ചോദിച്ചു. അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പലിശ വാങ്ങാം, എല്ലാവരും പലിശ വാങ്ങുന്നില്ലേ, ബാങ്കിലിടുമ്പോൾ പലിശ കിട്ടുന്നില്ലേ, പലിശ വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ചിലരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, ബാങ്ക് പലിശ വാങ്ങാം, കൊള്ളപ്പലിശ വാങ്ങാൻ പാടില്ല. ഇതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ദ്രവ്യാഗ്രഹികൾക്കും അത്യാഗ്രഹികൾക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവനവൻ രൂപപ്പെടുത്തിയൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ഇതല്ല നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന കാഴ്ചപ്പാട്. ഈ വിഷയത്തെക്കുറിച്ച് എഴുതപ്പെട്ട വചനത്തിൽ സ്വർഗം നമുക്ക് എന്താണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ആ കാഴ്ചപ്പാടാണ് നമ്മളെ നിത്യരാജ്യത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ മണിക്കൂറിൽ ബൈബിളിൽ പലിശ വാങ്ങുന്നതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായി നാം ഇതിനെക്കുറിച്ച് കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ാം തിരുലിഖിതം, എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്, അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. ഇത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ടല്ലോ, നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ, എൻ്റെ കാർന്നോമാരായിട്ട് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ, ഞങ്ങളുടെ വരുമാന മാർഗം പണവ്യാപാരമാണ്. ഇങ്ങനെയുള്ള തക്കടി വിധി കൊണ്ടും മുട്ടുന്യായം കൊണ്ടും പാപത്തെ നീ ന്യായീകരിക്കരുത്. പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, എൻ്റെ ജനത്തിൽ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കൊടുത്തവനെ പോലെ നീ അവനോട് പെരുമാറരുത്,
അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും അരുത്. അത് ബാങ്ക് പലിശയാണെങ്കിലും അത് എങ്ങനെ കൊള്ളപ്പലിശയാണെങ്കിലും കർത്താവ് നിരോധിച്ചിരിക്കുന്നു. നീ അവനോട് പലിശക്കാരനെ പോലെ പെരുമാറരുത്, നീ അവനിൽ നിന്ന് പലിശ ഈടാക്കരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ് 26 മുതലുള്ള വാക്യങ്ങൾ. അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ്. തൻ്റെ ശരീരത്തിൽ അണയുന്നതിന് ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും. ഞാൻ കരുണയുള്ള കർത്താവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവങ്ങളോടും ഒരുപാട് തകർന്നവരോടും കരുണയുള്ള കർത്താവ് എനിക്കും നിങ്ങൾക്കുമെതിരെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാനായി ഞാനും നിങ്ങൾ ഇടവരുത്തരുത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിൽ കർത്താവ് വീണ്ടും വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തന ഗ്രന്ഥം 15-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുലിഖിതം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവൻ ആവശ്യമുള്ളത് എന്തു തന്നെയാണെങ്കിലും നീ ഉദാരമായി കൊടുക്കണം. ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുകയാണ്, നീ കൊടുക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുലിഖിതം. അപ്പോൾ ചിലർ ചിന്തിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ദരിദ്രർ എന്നും ഉണ്ടല്ലോ, കൊടുത്തു മടുക്കൂലോ. ഇത് കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ട് നിയമാവർത്തനം 15-ാം അധ്യായത്തിലെ 11-ാം തിരുലിഖിതം. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി നീ കൈ അയച്ച് കൊടുക്കുക എന്ന് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അത്രയും കടുപ്പിച്ചാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത്. ഇതാ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, നിന്റെ നാട്ടിൽ ദരിദ്രനായ ഒരു സഹോദരനുണ്ടെങ്കിൽ നീ ആ ദരിദ്ര സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കണം. ഇത് എഴുതപ്പെട്ട വചനമാണ്. അങ്ങനെ ദരിദ്രൻ നീ വായ്പ കൊടുക്കുമ്പോൾ നീ ഒരു പലിശക്കാരനെ പോലെ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എല്ലാം കൂടി പിഴിഞ്ഞെടുത്തിട്ട് നീ സുഖമായി നല്ല ചെത്തി ഒരുക്കി കല്ലുകൊണ്ട് പണിത വീട്ടിൽ നല്ല സുഖമായി AC റൂമിൽ കാല് നീട്ടിയിരുന്ന് അതിൻ്റെ വരുമാനം കൊണ്ട് നീ സുഖിക്കാമെന്ന് ചിന്തിക്കരുത്. പണവ്യാപാരം കർത്താവ് നിരോധിച്ചിരിക്കുന്നു. അധ്വാനിക്കാതെ സമ്പത്ത് അരുത്. ഇതിനെക്കുറിച്ച് വീണ്ടും തിരുലിഖിതങ്ങളിൽ നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ നീ പലിശയ്ക്ക് കൊടുക്കരുത്. നിരോധിച്ചിരിക്കുകയാണ്. നീ പലിശ കൊടുക്കുന്നവനെ പോലെ സമൂഹത്തിൽ വ്യാപരിക്കരുത്. ഒരു ക്രിസ്ത്യാനിക്ക് എല്ലാം അനുവദിച്ചിട്ടില്ല. നീ ദൈവത്തെ മാനിക്കുന്നവനാണോ? നിന്റെ ആത്മാവിന് നിത്യജീവൻ നീ വിലയുള്ളതായി കണക്കാക്കുന്നുണ്ടോ? വിശുദ്ധ ജീവൻ നീ വിലമതിക്കുന്നുണ്ടോ? എങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ദൈവമായ കർത്താവ് പലിശയ്ക്ക് കൊടുക്കുന്നത് തിരുവചനങ്ങളിലൂടെ നിരോധിച്ചിരിക്കുന്നു.